ആ കണക്ക് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് ഒരു മരത്തിൽ നിന്ന് ഒരു ഷീറ്റല്ല, 2 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ്. അപ്പോൾ ഇവിടെ 100 മരമുണ്ട്. അതിൽ പിന്നെ 2 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് പറയുമ്പോൾ 50 ഷീറ്റ്. ഒരു ഷീറ്റ് 600 ഗ്രാം. അപ്പം 5×6 30 കിലോ റബ്ബറ് ഒരു ദിവസത്തെ ടാപ്പിങ്ങിൽ നമുക്ക് ലഭിക്കും. അതാണ് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പിന്നെ ഇത് 100 മരത്തിൻ്റെ കാര്യമാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് 300 മരമാണ്. ഇവിടെയൊക്കെ സാധാരണ കണക്കാക്കുന്നത് 300 മരമാണ്. അപ്പം 30 ഷീറ്റ് എന്ന് പറയുമ്പോൾ 30 കിലോ എന്ന് പറയുമ്പം 50 ഷീറ്റിന് 600 ഗ്രാം വെച്ച് 30 കിലോ എന്ന് പറയുമ്പോൾ അത് 100 മരത്തെന്നാണ്. 300 മരം എന്നാകുമ്പം 90 കിലോ. 90 കിലോയ്ക്ക് ഇപ്പോഴത്തെ വില 200 രൂപ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ എത്രയാ? 9×2 18 18,000 രൂപ. ശരിയല്ലേ? ഇനി വേറൊരു കണക്ക് പറയാം. ഞാൻ പിന്നെ പറഞ്ഞല്ലോ 500 രൂപ 1 കിലോ എന്ന് പറഞ്ഞാൽ അതെല്ലാം അവിടെ വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കണക്കുണ്ട്. അത് ഇപ്പോഴത് നിലയിൽ കിട്ടുമെന്ന് ഇപ്പം കിട്ടിയെന്ന് വരികയില്ല. എങ്കിലും പഴയ 105-ൻ്റെ ഒരു കണക്കുണ്ട്. 10 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ്. 10 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് കഴിയുമ്പം 300 മരത്തിൽ നിന്ന് 30 ഷീറ്റ്. അവിടെ 600 ഗ്രാം ഒരു ഷീറ്റിൻ്റെ പിന്നെ തൂക്കം 600 ഗ്രാം വെച്ച് 18 കിലോ. 18×1000 എന്ന് പറയുമ്പോൾ 18,000. ഇവിടെയോ അത് തന്നെയല്ലേ കിട്ടിയത്? 90×200 എന്ന് പറയുന്നത് 9×2 18,000. അപ്പം 18 നിലവിലെ നിങ്ങളുടെ സാധാരണ ടാപ്പിങ്ങിൽ 1000 രൂപ നിലയിൽ പിന്നെ വില ഉയർന്ന് വിചാരിച്ചോ കിലോയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 18,000 രൂപ. 18×1000 18,000 രൂപ. ഇവിടെ 200 വില മാർക്കറ്റ് വിലയുള്ളപ്പം നീഡ് ടാപ്പിങ് ചെയ്യുമ്പം 90×200 9×2 അവിടെയും 18,000. ശരിയല്ലേ? തുല്യമല്ല അതേ. അപ്പം നീഡ് ടാപ്പിങ് ചെയ്താൽ 1000 രൂപ വില കിട്ടുന്നതിന് തുല്യമാണ്. നിങ്ങൾ വിചാരിക്കണം ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉൽപ്പാദന വർധനവിലൂടെ നമുക്ക് കിട്ടുന്ന ആദായം വർദ്ധിപ്പിക്കുക. നമുക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതാണ്, നമുക്ക് എത്ര എങ്ങോട്ട് കിട്ടുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ നമ്മൾ കണക്ക് കൂട്ടിക്കഴിയുമ്പോൾ 1 കിലോ റബ്ബറിന് 1000 രൂപ കിട്ടുന്നതിന് തുല്യമാണ് നീഡ് ടാപ്പിംഗ് നിങ്ങൾ ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഈ കണക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടെ അവതരിപ്പിക്കുന്നതാണ്. ഇത് വളരെ പിന്നെ കൺഫ്യൂഷനും സംശയങ്ങളും ഒക്കെ തോന്നുന്ന ഒരു കണക്കാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീഡ് ടാപ്പിങ് അതുപോലെ തന്നെ ഇതിൻ്റെ ആയുസ് പിന്നെ മറ്റൊരു തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും വീഡിയോയിൽ ഞാൻ ഇറക്കിയതാണ്. നീഡ് ടാപ്പിങ്ങിലൂടെ മരപ്പ് മാറുമെന്ന്, ചീക്ക് മാറുമെന്ന്. അതിന് തെളിവായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ റബ്ബർ തോട്ടം വന്നൊന്ന് കാണണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ മരത്തിന് പോലും ചീക്കും മരപ്പുമില്ല. ഈ തോട്ടം 4-ാം വർഷം ടാപ്പിങ് തുടങ്ങി. അതിൻ്റെ EB3 തോട്ടമാണ്. 4-ാം വർഷം ടാപ്പിങ് തുടങ്ങി. ഇപ്പം ഏതാണ്ട് 6 വർഷത്തോളം ടാപ്പിങ് നടന്നു. അപ്പം 10 വർഷം പ്രായമേ ഉള്ളൂ ഈ മരത്തിന്. ആദ്യത്തെ പിന്നെ 2 വർഷം സാധാരണ ടാപ്പിങ് ഞാനല്ല ടാപ്പ് ചെയ്ത് വേറെ നമ്മുടെ മോനായിരുന്നു. സാധാരണ ചെറുത്ത് ടാപ്പിങ് ആയിരുന്നു നടത്തിയത്. അന്ന് ഈ പറഞ്ഞ പോലെ പാൽ കിട്ടിയിരുന്നില്ല. എങ്കിലും സാധാരണ EB3യുടെ മഹത്വം കാരണം കുറേ കൂടെ പാലിൻ്റെ കൂടുതൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു വസ്തുത ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. 2 വർഷം കൊണ്ട് ഏതാണ്ട് 10 മരത്തോളം മരപ്പ് അനുഭവപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ മരം പിന്നെ ഞാൻ തന്നെ, എനിക്ക് പ്രായമാണെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ ഇത് വെട്ടാൻ തുടങ്ങി. കാര്യം ആരെങ്കിലും വന്ന് കണ്ടാൽ എന്നതാണ് നീഡ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് വെട്ടിച്ച് കഴിയുമ്പോൾ അത് മോശമായിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണോ നീഡ് ടാപ്പിംഗ് എന്ന് തോന്നിപ്പോവുകയല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായാലും ഞാൻ തന്നെ വെട്ടാൻ തുടങ്ങി. ഇപ്പം 4 വർഷം നീഡ് ടാപ്പിംഗ് ചെയ്ത് തുടങ്ങിയപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം, ഒറ്റ മരത്തിന് പോലും ഇപ്പം മരപ്പില്ല. ഞാനീ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണെന്നെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെടാം.
അതെന്തുകൊണ്ടാണ് ഈ മരപ്പ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവിടെ ഇപ്പം എനിക്ക് ഇവിടെ ശനിയാഴ്ച ഇവിടെ താല്പര്യമുള്ളവർക്ക് ഞാൻ ക്ലാസ് നീഡി ടാപ്പിൻ്റെ പരിശീലന ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇന്നലെയും 2 പേര് കണ്ണൂരിൽ നിന്ന് വന്നിരുന്നു, അല്ല പിന്നെ കോഴിക്കോട് നിന്ന് വന്നിരുന്നു. അവിടെ അവർ പിന്നെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ നീഡി ടാപ്പിൻ്റെ പരിശീലന ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് ഞാൻ പരിശീലനം കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ബന്ധപ്പെട്ട ശേഷം വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അവർക്കും ഈ മരപ്പ് എങ്ങനെയാണ് അതൊക്കെ അവരുടെ ഒരു വലിയ സംശയമായിരുന്നു. നിങ്ങൾ ഈ മരപ്പ് മാറുമെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാനൊക്കെ കൂടിയാണ് വന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതാണ്, ഇതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ ആദ്യത്തെ ഞാൻ നീഡി ടാപ്പിൻ്റെ പരിശീലനം കൊടുക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ കത്തിയുടെ വിധത്തിൽ ഇങ്ങനെ ഓരോ മാർക്ക് കൊടുക്കുക, എന്നിട്ട് ഒന്നാമത്തെ ടാപ്പിങ്ങിനെ വരെ പിന്നെ എന്നുവെച്ചാൽ ഒന്നാമത്തെ ടാപ്പിങ്ങിന് വരയ്ക്ക് കുത്തുക, ഇവിടെ കുത്തുക. രണ്ടാമത്തെ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും പിന്നെ കുത്താൻ വരുമ്പം 2 വരയുടെ മധ്യത്തിൽ കുത്തുക. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് പിന്നെ ടാപ്പ് ചെയ്യാൻ വരുമ്പോൾ മധ്യത്തിൻ്റെ ഇടത്ത് കുത്തുക. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കുത്തുക. വീണ്ടും 4 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ മധ്യത്തിൻ്റെ വലത്ത് കുത്തുക. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ. പിന്നെ അത് ഞാൻ പ്രായോഗികതലത്തിൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ നിലയിലേക്ക് കുത്തുക എന്ന നിലയിലേക്ക് മാറ്റിയത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ രണ്ടും പിന്നെ കുത്തുന്നതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പുണ്ട്? ഏതാണ്ട് 1 ഇഞ്ച് അകലമുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ വളരെ സുഖമായിട്ട് നമുക്കറിയാലോ, ഈ 3 അടുക്കുണ്ട്. പിന്നെ ഈ പട്ടയ്ക്ക് തടിയോട് ചേർന്ന ഭാഗത്ത് തണ്ണിപ്പട്ട, അതിൻ്റെ വെളിയിൽ പാൽപ്പട്ട, അതിൻ്റെ വെളിയിൽ കരിമ്പട്ട. അപ്പോൾ ഈ കരിമ്പട്ട പിന്നെ മാത്രമാണ് നമ്മൾ ചെത്തി മാറ്റുന്നത്, എന്നിട്ടാണ് കുത്തുന്നത്. അപ്പം നമുക്ക് ആലോചിക്കണം, ഈ തണ്ണിപ്പട്ടയിലൂടെയുള്ള മേലോട്ടുള്ള ഒഴുക്കിന് ഒരു തരത്തിലും തടയുന്നില്ല. രണ്ടാമത് താഴോട്ടൊരു ഒഴുക്കുണ്ട് ഈ പാലിന്. അതായത് മേളിൽ ചെന്ന് ഇലയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കും, ഉൽപ്പാദനം നടക്കും, പാലായി മാറും ലാറ്റക്സ് സെല്ലുകളിൽ. എന്നിട്ട് ആ പാല് തടിയിലൂടെ താഴോട്ട് ഒഴുകുകയാണ്. അത് ഇതിലേ ഒഴുകുന്ന പാൽക്കുടലിൽ കൂടെ താഴോട്ട് ഒഴുകുകയാണ്. നമ്മുടെ ഞരമ്പിൽ കൂടെ രക്തം ഒഴുകുന്നത് ഏതാണ്ട് അങ്ങനെയാണ്. അതുപോലെ തന്നെ ശരീരങ്ങളിലേക്കും എല്ലാം ഒഴുകും. അപ്പോൾ ഈ താഴോട്ടുള്ള ഒഴുക്കിനെ നമ്മുടെ നിലവിലുള്ള ടാപ്പിങ്ങിൽ ചെത്തി മുറിപ്പെടുത്തി തടയുന്നു. അപ്പോൾ ഇവിടെ പിന്നെ വരുന്ന ഇവിടെ പിന്നെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ തണ്ണിപ്പട്ട മാത്രമേ ഉള്ളൂ ഇത്രയും ഭാഗത്ത്. ഈ തണ്ണിപ്പട്ടയ്ക്കൂടെ പാൽ ഒഴുകുകയില്ല. അപ്പോഴേ അത് കാരണമാണ് ഈ മരപ്പിൻ്റെ സാധ്യത. ഇവിടെ നമുക്ക് പിന്നെ പാലിൻ്റെ സമതുലനാവസ്ഥ തെറ്റുന്നു. ഇവിടെ പാല് ഈ മേൽഭാഗത്തെ പാല് കെട്ടി നിൽക്കുന്നു, ഇവിടെ താഴോട്ട് പാലിൻ്റെ അളവ് കുറയുന്നു. ഞാനൊക്കെ പറഞ്ഞ കാല് കയറ്റി നമ്മൾ പത്രം വായിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാലിന് മരപ്പ് വരുന്നു. കാരണം അത് ഈ പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, താഴോട്ട് രക്തത്തിൻ്റെ ഓട്ടം കുറയുന്നു. അപ്പം താഴേക്ക് മുട്ടിന് താഴേക്ക് ഒരു 100 മില്ലിയുടെ ആവശ്യമുള്ള സ്ഥാനത്ത് 50 മില്ലിയായി കഴിയുമ്പോൾ താഴോട്ട് മരപ്പ് അനുഭവപ്പെടുന്നു. പിന്നെ നമ്മൾ കാല് എടുത്ത് നിലത്ത് കുത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നു. പക്ഷേ ഈ റബ്ബർ എങ്ങനെ കാല് മാറ്റി കുത്തുന്ന പിന്നെ രീതിയൊന്നും സാധ്യമല്ലല്ലോ. അപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇവിടെ മരപ്പിന് സാധ്യത കൂടുന്നു. പക്ഷേ നീഡി ടാപ്പിംഗ് സംഭവിക്കുന്നത് വെച്ചാൽ യാതൊരു തരത്തിലും ഈ താഴോട്ടുള്ള ഒഴുക്കിനെ ബാധിക്കുന്നില്ല. മേലോട്ടുള്ള പിന്നെ തണ്ണിപ്പട്ടയിലൂടെ മേലോട്ട് ഒഴുക്കിനെയും ബാധിക്കുകയില്ല, താഴോട്ടുള്ള ഒഴുക്കിനെയും ബാധിക്കുകയില്ല. ഇത് കഴിഞ്ഞ ഇന്നത്തെ പിന്നെ ക്ലാസ്സിന് വന്ന ഒരു വിദഗ്ധനായ ഒരു ടാപ്പിംഗുകാരനായിരുന്നു. അയാൾക്ക് 1000 മരമുണ്ട്. അവർ കുടുംബസഹിതം മക്കളും ഭാര്യയും അദ്ദേഹം കൂടെ കൂടിയാണ് ഇത് വെട്ടുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇത് മാർക്ക് ചെയ്തപ്പോൾ എത്ര മരം മരച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഒറ്റ മരം പോലും മരച്ചിട്ടില്ല. അപ്പോൾ എവിടെ നിന്നൊരു മരപ്പ് വരുന്നു? നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെയാണ് ഈ ഗവേഷണത്തിലൂടെ നമ്മൾ ഓരോ നിരീക്ഷണം നടക്കുന്നത്. പിന്നെ എവിടെ നിന്ന് ഈ മരപ്പ് വരുന്നു? ഈ മരപ്പെന്ന രോഗം അല്ലെങ്കിൽ രോഗമാണെന്ന് പറയുന്നില്ലെങ്കിൽ ഈ പിന്നെ പോരായ്മ എവിടെ നിന്ന് വരുന്നു? നിലവിലുള്ള ടാപ്പിംഗ് ആണ് അതിൻ്റെ പ്രധാന ഉത്തരവാദി. നിങ്ങളുടെ ഇന്നത്തെ ടാപ്പിങ് തികച്ചും അശാസ്ത്രീയമാണ്. ഇവിടെ ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കൊട്ടിഘോഷിക്കും. അല്ലെങ്കിൽ ഒരാളുടെ ടാപ്പിംഗ് കണ്ടാൽ വളരെ മെച്ചമാണ്, ഒരു ശകലം മഴയില്ല,
എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ അശാസ്ത്രീയമാണ്. കാര്യം ഈ താഴോട്ടുള്ള ഒഴുകിനെ തടയും എന്നുള്ളതാണ് പ്രധാന വിഷയം. അതിൻ്റെ ഫലമായിട്ട് താഴെ മരപ്പ് ഉണ്ടാകാൻ സാധ്യത കൂടുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, കർണാടകത്തിൽ നിന്നൊരു കർഷകൻ മേടിക്കുകയാണ്. അയാൾക്ക് അദ്ദേഹത്തിന് 500 മരങ്ങളുണ്ടെന്ന്, എല്ലാം 105 തന്നെയാണ്. നല്ലപോലെ പ്ലാന്റ് ചെയ്ത് നന്നായിട്ട് പരീക്ഷിക്കുന്ന തോട്ടമാണ്. അപ്പോൾ എ പാനൽ കഴിഞ്ഞ് ബി പാനലിലേക്ക് ചെന്നപ്പം 500 മരത്തിൽ 300 മരം മരച്ചിരിക്കുന്നു. ബാക്കി 200 മരമേ വെട്ടാനുള്ളൂ. നോക്കണേ എത്രമാത്രം ഭീകരമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം തന്നെ അവിടെ അടയുകയല്ലേ. ഈ മരപ്പെന്ന് പറയുന്ന ഈ രോഗം മാറ്റിയെടുക്കാനുള്ള ഏതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ലോകത്തിൽ അങ്ങനെ ഒരു മാർഗം ഇതുവരെയും കണ്ടതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മാറ്റിയിരിക്കുന്നു. ഏക പ്രതിവിധി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത് നീഡിൽ ടാപ്പിങ്. അതുകൊണ്ടാണ് 2 വർഷത്തിൽ സാധാരണ ടാപ്പിങ് ചെട്ട് ടാപ്പിങ് നടത്തിയപ്പം 10 മരം മരച്ച സ്ഥാനത്ത് ആ മരം പുതുതായിട്ട് ഒരു മരം പോലും മരച്ചില്ല. വീണ്ടും 4 വർഷം നീഡിൽ ടാപ്പിങ് ചെയ്തപ്പം മാത്രമല്ല 10 മരത്തിൻ്റെ മരപ്പ് മാറി. ഇത് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിസ്സാര കാര്യമല്ല ഈ പറയുന്നത്. ഞാൻ നിങ്ങളുടെ റബ്ബർ ഉത്പാദനം ഈ മരപ്പാണ് നിങ്ങളുടെ ഈ റബ്ബറിൻ്റെ ആയുസിനെ ഇത് കുറച്ച് കളയുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ എ പാനലും ബി പാനലും കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 20% 30% പല തോട്ടങ്ങളും പല രീതിയിലാണ് മരപ്പ് ബാധിക്കും. പിന്നെ മൊത്തത്തിലുള്ള ഈയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മരപ്പ് ബാധിക്കുന്ന മരങ്ങളൊക്കെ ആയിരിക്കും പാല് കൂടുതലുള്ള മരങ്ങൾ. അപ്പോൾ ഈ പാല് കൂടുതലുള്ള മരങ്ങൾ എല്ലാം മരച്ച് കഴിയുമ്പോൾ പിന്നെ മൊത്തത്തിലുള്ള ഉൽപ്പാദനം ഒരു തോട്ടത്തിൽ നിന്നുള്ള ഉൽപ്പാദനം വളരെ കുറയുന്നു, മുതലാകുകയല്ല. അപ്പോൾ ഉടമ തീരുമാനിക്കുക എന്നാൽ ഇനിയും റീപ്ലാന്റ് ചെയ്തേക്കാം. അങ്ങനെ ഏതാണ്ട് 25 വർഷം അല്ലെങ്കിൽ കൂടിയ 30 വർഷത്തിനകം മൂടെ മറിക്കുന്നു. എത്ര ഭയങ്കര വിഡിത്തമാണ്. 200 വർഷം ആയുസുള്ള റബ്ബർ ഒരു വൃക്ഷമാണ് ഈ റബ്ബർ മരം. അത് എൻ്റെ കണക്കല്ല, സയൻറ്റിസ്റ്റുകൾ അത് കണക്കൂട്ടി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, ഈ തിരുവനന്തപുരം സൂവിലെ കാഴ്ചബംഗ്ലാവിലെ 170 വർഷം പ്രായം ഒരു മരം നിൽപ്പുണ്ട്, റബ്ബർ മരം. അത് ടാപ്പ് ചെയ്യാതെ നിൽക്കുന്ന മരമാണ്. എന്ന് പറഞ്ഞാൽ ഈ മരവും ടാപ്പ് ചെയ്യാതെ നിൽക്കുവാണെങ്കിൽ മരത്തിന് മരപ്പ് ബാധിക്കുകയില്ല, രണ്ടാമത് ചീക്ക് ബാധിക്കുകയില്ല. അപ്പം ചീക്കും മരപ്പ് ബാധിക്കാതെ ഒരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് 200 മരം വരെ നമ്മൾ ടാപ്പ് ചെയ്യാതെ നിർത്തുവാണെങ്കിൽ ആയുസുണ്ട്. പക്ഷേ എന്തിനാണ് റബ്ബർ നട്ട് വളർത്തുന്നത്? ടാപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പാലെടുക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ് നട്ട് വളർത്തുന്നത്? തേക്കോ പ്ലാവോ പോലെ തടിവലയൊന്നും കിട്ടുകയല്ലോ. അപ്പോൾ അവിടെയാണ് നീഡിൽ ടാപ്പിങ്ങിൻ്റെ പ്രസക്തി. നീഡിൽ ടാപ്പിങ്ങിലൂടെ നമുക്ക് നിലവിൽ കിട്ടുന്നതിൻ്റെ ഏതാണ്ട് 10 മടങ്ങെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇന്ന് ഈ വർഷം എനിക്ക് ഒരു ഷീറ്റ് കിട്ടിയെങ്കിൽ അടുത്ത വർഷം ഒരു 1.5 ഷീറ്റ് അല്ലെങ്കിൽ 2 മരത്തിൽ നിന്ന് 3 ഷീറ്റ് എന്ന നിലയിലേക്ക് ഉയർത്താൻ സാധിക്കും. കാര്യം എന്താ, ഈ വർഷം എനിക്ക് സ്പ്രേയിങ് നടത്താൻ സാധിച്ചില്ല, അതുപോലെ വേണ്ട പോലെ വളപ്രയോഗം നടത്തിയില്ല, സമയത്ത് എൻകാർഡ് ചെയ്തില്ല, അങ്ങനെ പല പരിമിതികളും ഉണ്ട്. ഇതെല്ലാം കൂടെ ചെയ്യുവാണെങ്കിൽ അടുത്ത വർഷം ഈ 3 മരത്തിനും ഈ തോട്ടത്തിലെ മിക്ക മരങ്ങൾക്കും ഏതാണ്ട് ഒരു മരത്തിന് 1 ഷീറ്റ് 1.5 ഷീറ്റ് എന്ന രീതിയിൽ ഉൽപ്പാദനം ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ കൊടുക്കേണ്ടിയിരിക്കുള്ളൂ, കുറയുകയില്ല. നിങ്ങളെ ആദ്യത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഒരു മരത്തിന് 4 ഷീറ്റ് എന്ന് പറഞ്ഞു. അതെൻ്റെ EB1 ആണ്, താഴെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വർഷം ഒരു 5 വർഷം ഷീറ്റാക്കുമെന്നുള്ള കണക്കൂട്ടലിരിക്കുകയാണ്. അപ്പം പാൽ കൂടുകയേ ഉള്ളൂ, കുറയുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ നീഡിൽ ടാപ്പിംഗ് എന്ന് പറയുന്നത് അത്രമാത്രം മെച്ചപ്പെട്ട ഒരു ടാപ്പിംഗ് രീതിയാണ്. നമ്മുടെ കർഷകർക്ക് ഇതിലൂടെ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ടാപ്പിംഗ് തൊഴിലാളി ഉണ്ടെങ്കിൽ ആ തൊഴിലാളിക്ക് ഒരു സാധാരണക്കാരനാകാം. അവനൊരു 6 മാസം ഒരു കാറ് മേടിക്കത്തക്ക സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അവിടെ വിവരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ തൊഴിലാളിയെ കൊണ്ട് ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂലിയായിട്ട് കൊടുക്കരുത്, അനുപാതമായിട്ട് കൊടുക്കണം. ഇപ്പം തന്നെ നമുക്കറിയാം, ഈ കേരളത്തിലെ മിക്ക തോട്ടങ്ങളിലും പപ്പാരിയാണ്. മൊത്തം കിട്ടുന്ന ആദായത്തിൻ്റെ പകുതി തൊഴിലാളിക്കും പകുതി ഉടമയ്ക്കും എന്ന നിലയിലാണ്. അതിന് പോലും തൊഴിലാളിയെ കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവിടെ ഞാൻ പറയുന്നത് പകുതി കൊടുക്കേണ്ട 4-6 അനുപാതത്തിൽ കൊടുക്കണം. 6 പറയുന്നത് മുതലാളിക്ക്, 4 പറയുന്നത് തൊഴിലാളിക്ക്. അതായത് 10 ഷീറ്റ് ഉണ്ടെങ്കിൽ 6 ഷീറ്റ് മുതലാളിക്ക്, 4 ഷീറ്റ് തൊഴിലാളിക്ക്. അതുപോലെ ഒട്ടുപാലിൻ്റെ അനുപാതവും.
ഇത് ഞാൻ അക്കരെ ഒരു ഗവേഷണത്തോട്ടമുണ്ട് എനിക്ക്. അവിടെ ഒരു തൊഴിലാളിക്ക് ഇപ്പം കിട്ടുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 2000 രൂപ 100 മരം വെട്ടിയാൽ, നീഡിൽ ടാപ്പിംഗ് ചെയ്താൽ. മുതലാളിക്ക് കിട്ടുന്ന എത്ര വെച്ചാൽ 3000 രൂപ. നേരത്തെ ആ തോട്ടം 300 മരം വെട്ടിക്കൊണ്ടിരുന്ന ആഴ്ചയിൽ 2 വെട്ടിക്കൊണ്ടിരുന്നുള്ളൂ. ഇപ്പം ദിവസം 100 മരം വെട്ടിക്കുമ്പോൾ ആ തൊഴിലാളിക്ക് ദിവസവും ടാപ്പിംഗ് ആയി. മുതലാളിക്ക് എല്ലാ ദിവസവും 3000 രൂപ ആദായം കിട്ടാൻ തുടങ്ങി. എത്ര വ്യത്യാസമാണ്! 10 മടങ്ങ് എന്ന പോലെ ആദായത്തിൻ്റെ വർധനവ് തൊഴിലാളിക്കും മുതലാളിക്കും ലഭിക്കുകയാണ് ചെയ്യുന്നത്. നിസ്സാര കാര്യമാണോ? ഓരോ തൊഴിലാളിക്കും ഓരോ കാറ് വെച്ച് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ കേരളത്തിലേക്ക് എത്ര ലക്ഷം കാറുകൾ വന്നിറങ്ങും? നിങ്ങൾ പിന്നെ ഈ കേരളത്തിൻ്റെ ഖജനാവ് നിറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഞാൻ അവിടേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ പല പല ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒന്നും മറച്ചു വെക്കുന്നില്ല, ഒന്ന് ടാപ്പ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കാണുക. അപ്പം പിന്നെ ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ മരപ്പ് എങ്ങനെ മാറുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ ചീക്ക് എങ്ങനെയാണ് മാറുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പം ടാപ്പ് ചെയ്യാതെ നിൽക്കുന്ന മരം മരക്കുകയില്ല, അതേതാണ്ട് വസ്തുതയാണ്. പക്ഷെ ചീക്ക് എന്നാലും ടാപ്പ് ചെയ്യാക്കുന്ന മരത്തിന് ചീക്ക് കൂടുതലാണ്. നിങ്ങൾക്കറിയാം, ഈ ടാപ്പ് ചെയ്യുന്നിടം വരെ ചെറുമരങ്ങൾ ടാപ്പ് ചെയ്യുന്ന വരെ ചീക്കിൻ്റെ തോത് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയിലെല്ലാം ഈ ചേരങ്ങളിലെല്ലാം ഇങ്ങനെ പിന്നെ ഈ ബോർഡ് ഓഫീസിലൊക്കെ തേച്ച് നിന്നിരിക്കുന്ന കാണാമല്ലോ ധാരാളമായിട്ട്. ഈയിടെ അടുത്ത പിന്നെ പഠിക്കാൻ വന്ന ടാപ്പിംഗ് പരിശീലനത്തിൽ വന്ന ഏതാണ്ട് പത്തനംതിട്ട ആ ഭാഗത്തു നിന്നാണ് വന്നത്. ഒരു കർഷകൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫാദറ് ഒരു എസ്റ്റേറ്റിൻ്റെ മാനേജരായിട്ടും സൂപ്പർവൈസറായിട്ടൊക്കെ ജോലി ചെയ്തതാണ്. അപ്പം മകന് ആ തോട്ടത്തിൽ പോകും. അപ്പോൾ ആ ചെറുമരങ്ങൾക്ക് ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെറുമരങ്ങൾക്ക് പലതും ഇങ്ങനെ ഈ മുനയ്ക്ക് ഇങ്ങനെ കുത്തും. അപ്പോൾ പാലിങ്ങനെ ഒഴുകി ഇതിൻ്റെ മൂട്ടിലേക്ക് കൂടെ കിടക്കും. ആ പാൽ എടുക്കുകയില്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പാൽ സമ്മർദ്ദം മേളിൽ കുറയുമ്പം ചീക്കിൻ്റെ അളവ് കുറയും. അതിനാണ് ചീക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ കുത്തുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ്. ഈ പാൽ സമ്മർദ്ദം കൂടുന്നതാണ് ഈ ചീക്കിൻ്റെ ഒരു പ്രധാന കാരണം. ഈ സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഈ തൊലിക്ക് പൊട്ടലുണ്ടാകും. ആ പൊട്ടലിലൂടെ പിന്നെ പാല് ഒഴുകാൻ തുടങ്ങും. ആ ഒഴുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും കുറച്ച്, ചിലപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ. അപ്പോൾ ആ ഭാഗത്തൂടെ ചീക്കിൻ്റെ രോഗാണുക്കളെ പ്രവേശിക്കുമ്പോൾ ആ ഭാഗം ചീക്കിലേക്ക് മാറും. ചിലപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇത് ചുറ്റും ഇങ്ങനെ ചീക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മരം തന്നെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നീഡിൽ ടാപ്പിങ്ങിൽ എങ്ങനെ ഇത് മാറ്റം ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. നിങ്ങൾ ഇന്നലെ ഇപ്പോഴത്തെ ഈ ചെത്ത് ടാപ്പിംഗ് ആണെങ്കിൽ പോലും നമുക്കറിയാമല്ലോ, ഈ മേളിൽ പാല് കെട്ടി നിൽക്കുകയാണ്. അപ്പം മേളിൽ പാൽ സമ്മർദ്ദം കൂടുന്നു, താഴെ പാൽ സമ്മർദ്ദം കുറയുന്നു. മേളിൽ സമ്മർദ്ദം കൂടുമ്പോൾ പൊട്ടി ഒലിക്കുന്നു. അതാണ് നിലവിലെ ചെത്ത് ടാപ്പിങ് ഈ ചീക്കിനൊരു പരിഹാരമല്ല. പക്ഷേ അവിടെ നീഡിൽ ടാപ്പിങ്ങിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചുറ്റും ചാനൽ ചെയ്ത് കുത്തുകയാണ്. അപ്പം മൊത്തത്തിൽ ഈ പിന്നെ പാലിൻ്റെ സമതുലനാവസ്ഥ മേളിലും താഴെ ഒരുപോലാണ്. അതുപോലെ തന്നെ പ്രഷർ സമ്മർദ്ദം ഏതാണ്ട് മേളിലും താഴെയും തരുവാണ്. മൊത്തത്തിൽ ഈ മരത്തേലെ പാലിൻ്റെ സമ്മർദ്ദം പ്രഷർ കുറയും. അപ്പോൾ ഒരു മരം പോലും എന്ന പോലെ പറയാം പൊട്ടി ഒലിക്കുകയില്ല. അതിൻ്റെ ഫലമായിട്ട് ഒരു മരം പോലും ചീക്കുണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ടാവുകയല്ല. അപ്പം ഞാൻ ചീക്കയെ മഴപ്പം നീടിറ്റാൻ പെയ്യുന്ന കുറേ ഉണ്ടാവുകയാലെന്നങ്ങ് 100% അവകാശപ്പെടുന്നില്ല. അപ്പോൾ 100-1 അല്ലെങ്കിൽ 2-3 300 മരത്തിൽ 2-3 ചീക്ക പിന്നെ മരച്ചെന്ന് വരാം. ചിലപ്പം ചീക്കുണ്ടായെന്ന് വരാം. പക്ഷേ 100 മരത്തിൽ 1 മരം മരച്ചെന്ന് വിചാരിച്ചാൽ അതൊരു മരപ്പായിട്ട് നമ്മൾ കാണുകയില്ല. ഒരു നിസ്സാര കാര്യമാണല്ലോ. എന്ന് പറഞ്ഞ പോലെ ചീക്കിനും മരപ്പിനും കൃത്യമായ പ്രതിവിധിയാണ് നീഡിൽ ടാപ്പിങ്. ഒപ്പം നമ്മുടെ ഉൽപ്പാദനം ആദായം ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിക്കും. ഇപ്പം തന്നെ ഇവിടെ 4 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അത് അടുത്ത വർഷം വീണ്ടും കൂടുകയാണ്. ഇങ്ങനെ കൂടിക്കൂടി അതുപോലെ ഇതിൻ്റെ ആയുസ് 100 വർഷവും ആക്കുമെന്ന് പറയുന്ന അതുകൊണ്ടാണ്. അതാണ് ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പാദനം അല്ല മരത്തിന് പിന്നെ 1 കിലോ റബ്ബറിന് 1000 രൂപ ആക്കാം. ഒപ്പം ഇതിൻ്റെ ആയുസ് 100 വർഷമാക്കാം.
നിസ്സാര കാര്യമാണോ പറയുന്നത്? അതുകൊണ്ട് ചുമ്മാ പറയുകയല്ല ഞാനിതെല്ലാം വ്യക്തമാക്കുന്നത്. ഇവിടെ ഈ 2-3 മരം ഒന്ന് ടാപ്പ് ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ മറ്റൊരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഈ നീഡ് ടാപ്പിങ്ങിനെ പറ്റി ഒരൊറ്റ അപവാദം അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട അഭിപ്രായം ഇത് പ്രയോഗിച്ചവർ പറയുന്നുള്ളൂ. കാര്യം ഇത് താമസം കൂടുതലാണ്. താമസം കുറവായി അല്ലെങ്കിൽ എളുപ്പമാക്കുന്ന ഒരു മാർഗത്തെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കുകയാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കമത്തും മലത്തും പിന്നെ 4 പണ്ട ഒരു ദിവസം കമത്തും മലത്തും ചെത്തിക്കുത്തുക, മറുവശത്തെ കമത്തും മലത്തും കുത്തുക മാത്രം ചെയ്യുക. അടുത്ത വെട്ടിനെ നേരെ തിരിച്ച് കുത്തുക മാത്രം ചെയ്ത ഭാഗത്തും വശം അല്ലെങ്കിൽ ആ 2 പട്ടും കമത്തും മലത്തും ചെത്തിക്കുത്തുക. ചെത്തിക്കുത്തിയ ആ പട്ടകളെ കുത്തുക മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അധ്വാനം അല്ലെങ്കിൽ നിലവിൽ ചെത്ത് ടാപ്പിങ്ങിനേക്കാൾ ഏതാണ്ട് 50% അല്ലെങ്കിൽ ഒരു 25% നമുക്ക് അധ്വാനം കുറയ്ക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ടാപ്പിംഗ് തീരുന്ന സാധനത്തെ ഒരു 3 മണിക്കൂർ കൊണ്ട് ടാപ്പിംഗ് തീരത്തക്ക ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ചെത്തിക്കുത്തുക കിട്ടുന്ന അത്രയും പാല് കുത്തുക മാത്രം ചെയ്താൽ കിട്ടുകയില്ല. ഇപ്പോൾ ഈ മലത്തെ നമ്മളെ ഒരു 500 മില്ലി കിട്ടുന്നുണ്ടെങ്കിൽ ചെത്തിക്കുത്തിയ ഒരു 500 മില്ലി കിട്ടുന്നുണ്ടെങ്കിൽ കുത്തുക മാത്രം ചെയ്താൽ അത് 400 മില്ലിയിലേക്ക് മാറും. അതുപോലെ ഓരോ പട്ടയുടെയും കാര്യത്തിൽ അപ്പം അത്രമാത്രം കുറവുണ്ടാകും. അത് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതും കൂടെ ആ ഉൽപ്പാദനം കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ 4 പട്ടയും ചെത്തിക്കുത്തുക എന്നാണ് അതിനുള്ള പോകാൻ വഴി. അപ്പം ഞാനിവിടെ ഇതൊന്ന് ഇവിടെ ഞാൻ വീണ്ടും കുത്തി കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ ഇത് കാണിക്കുന്നത് ഈ മരത്തിനും ഒരു ഷീറ്റാണ്. ഇതിൻ്റെ റെയിൻ ഗാർഡാണിത്. ഇത് റെയിൻ ഗാർഡായിട്ട് ഈ ചാനൽ പറ്റി ഉപയോഗിക്കുന്നു. ഇത് റെയിൻ ഗാർഡ്, ഇത് ലാറ്റക്സ് കാർഡ്. ഇതുണ്ടല്ലേ, ഇത് ലാറ്റക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ പാല് തിരിഞ്ഞു പോയാൽ നമുക്ക് ഒരു തുള്ളി പാൽ പോലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. ചെത്തിക്കുത്തി ചിരട്ട വെച്ച് പോയാൽ മതി. അതാണ് ഇത്. ഈ ചാനൽ വെട്ടിന് വേറെ ഉപയോഗമുണ്ട്. നിങ്ങളൊരു കമത്ത് ഇപ്പോൾ നിലവിൽ ത്രോട്ടർ വെട്ടുവാണെങ്കിൽ ഇവിടെയായിട്ട് ഈ പട്ടയ്ക്ക് താഴെയായിട്ട് ചാനൽ വെട്ടി പിടിച്ചു കഴിയുകയാണ്. നിങ്ങൾ തിരിഞ്ഞു പോകുന്നതിനെ പറ്റി വറീഡാകണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട. ചെത്തിയ ശേഷം അല്ലെങ്കിൽ കമത്ത് വെട്ടിയ ശേഷം ചിരട്ട വെച്ച് പോയി കഴിഞ്ഞാൽ മതി. അത് ചിരട്ട തന്നെ എത്തുള്ളൂ. തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ വെട്ടിലൂടെ വരും. ഈ ചാനൽ വെട്ടിൻ്റെ വേറൊരു ഉപയോഗം കൂടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ തോട്ടം എറണാകുളം അപ്പുറമാണ്. 2000-ലേറെ മരങ്ങളുണ്ട്. എൻ്റെ അടുത്തുനിന്ന് വന്ന് 1000 ചാനൽ ബെറ്റ് മേടിച്ചുകൊണ്ട് പോവുകയുണ്ടായി. ഞാൻ ചോദിച്ചു ഇതെന്തിനാ? അദ്ദേഹം റോഡിൻ്റെ പുതിയ പദ്ധതി അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ടാപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ടാപ്പിങ്ങുകാരനുള്ള 2100 ശിഷ്ടം മരങ്ങളുണ്ട്. ഒരു ടാപ്പിങ്ങുകാരനുള്ള ഒരു ദിവസം 300 വെച്ച് 7 ദിവസം കൊണ്ടാണ് അത് തീരുന്നത്. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ പ്രശ്നം അവിടെ വന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് ശേഷം കഷ്ടിച്ച് 1 മണിക്കൂർ പോലും എടുക്കുകയില്ല, അല്ലെങ്കിൽ അരമണിക്കൂർ പിന്നെയുള്ള പാലിങ്ങനെ ഈ ചേട്ട വഴി പട്ട വഴി അല്ലെങ്കിൽ താഴോട്ട് ഒലിക്കാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ വളരെയേറെ പാല് ഓരോ ദിവസവും നഷ്ടപ്പെടും. അപ്പം ഈ വീഡിയോയിൽ കണ്ട അദ്ദേഹം ഇച്ചിരി ബുദ്ധിമാനാണ്. ആരോടും പറയുന്നത് നിങ്ങൾ സാധാരണ ചെത്തിട്ടാമിൽ ചാനൽ വെട്ട് ഉപയോഗിക്കുക, മരത്ത് പട്ടയ്ക്കൊന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം അത് മനസ്സിലാക്കി. ഇതിനൊരു പരിഹാരമായിട്ട് ഇത് വെക്കാൻ വേണ്ടിയാണ് മേടിച്ചുകൊണ്ട് പോയത്. 2000-ലേറെ മരങ്ങൾക്ക് 1000 മീറ്റർ എന്നോട് ഒരു മീറ്ററിന് 5 രൂപ ക്രമത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ചാനൽ വെട്ടിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മേന്മ അതിവിപുലമാണ്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ചാനൽ ബെറ്റ്. ഇന്ന് ഞാൻ പേറ്റൻ്റ് സമ്പാദിച്ച ഒരു കണ്ടുപിടുത്തമാണ്. അതുകൊണ്ട് സാധാരണ ടാപ്പിങ്ങിന് ചെത്ത് ടാപ്പിങ് ഒറ്റപ്പെട്ട കിട്ടുന്നതിനും
നീഡിൽ ടാപ്പിങ്ങിനും അതുപോലെ സ്ലോട്ടർ മരങ്ങൾക്ക് കമത്ത് വെട്ടുന്നതിനും അതുപോലെ തന്നെ റെയിൻ ഗാർഡായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലെ പാത്തിയോടെ വന്ന പോലെ ഒഴിക്കങ്ങ് അവോയ്ഡ് ചെയ്ത് പോകും. പിന്നെ ഈ താഴോട്ട് വെള്ളം ഇറങ്ങിയല്ല. സാധാരണ നീഡിൽ ടാപ്പിങ്ങിലെന്ന് പറയുന്നത് രാത്രിയിലത്തെ മഴ കൊണ്ടാണ് പലപ്പോഴും രാവിലെ ടാപ്പിങ് നടക്കാത്തത്, നനവായിരിക്കും. അപ്പം രാത്രി മഴ പെയ്ത് പറഞ്ഞെങ്കിൽ നമുക്ക് താഴത്തെ പട്ട വെട്ടാൻ നേരം എടുത്ത്. അതുപോലെ ചെറിയ മഴയ്ക്കും ഈ ഒരു സാധനം മതി. അപ്പോൾ ഈ ചിരട്ട അപ്പോൾ ചോദിക്കും ചിരട്ട വെള്ളം വീഴിയല്ലെന്ന്. അതിനാണ് ഈ സംവിധാനം. കണ്ടില്ലേ, ഈ വെള്ളം വന്നാൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ വന്ന് കവർ ചെയ്ത് വന്നത്. അപ്പോൾ ഇതിന് വളരെ ചിലവ് കുറവാണ്, നിസ്സാരമാണ്. എല്ലാവർക്കും ഇത് മരത്തെ ഫിറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഇത് കണ്ടോണ്, ഇതിന് മേളിൽ വേറെ വെട്ടിൻ്റെ ആവശ്യമില്ല. പശ ചുമ്മാ വലിച്ച് ചേപ്പിള പിന്നടിച്ചാൽ മതി. താഴെയാണെങ്കിൽ ലാറ്റക്സ് ഗാർഡിനാണെങ്കിൽ പശയും വേണ്ട, ചുമ്മാ പിന്നടിച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ വളരെ റബ്ബർ കർഷകർക്ക് വിലമതിക്കാനാവാത്ത സംവിധാനങ്ങളാണ്. നിങ്ങളുടെ ആദായം, സാമ്പത്തിക നേട്ടം വളരെ 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 ആയിട്ട് വർദ്ധിക്കാൻ ഇട നൽകുന്ന സംവിധാനങ്ങളാണ്, എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഇതൊക്കെ വിനിയോഗിച്ച് സാമ്പത്തികമായിട്ട് ഉയരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് നിസ്സാരങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. ഞാൻ പറഞ്ഞില്ല, ഈ റബ്ബർ മേഖലയിൽ എൻ്റെ ഗവേഷണം 70 വർഷത്തിലേറെയായി. ഏത് റബ്ബർ ബോർഡിലായാലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലായാലും 70 വർഷം റബ്ബർ മേഖലയിൽ ഗവേഷണം നടത്തിയ ഒരു വ്യക്തിയെ കണ്ടെത്താൻ എളുപ്പമാണോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വളരെ ക്ലേശം സഹിച്ചാണ് ഇതിൻ്റെ പ്രയോജനം നിങ്ങൾ എടുക്കുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. ദൈവം തന്ന അറിവേ ഞാനത് ഏതാണ്ട് ഒരു പൂർണ്ണതയിലാക്കി എടുത്ത് അത് കർഷകർ ഇത് വിനിയോഗിച്ച് കഴിയുമ്പം കർഷകന് മാത്രമല്ല, ഇതിലൂടെ ഈ നാടിന് സാമ്പത്തികമായിട്ട് വലിയ മുന്നേറ്റം ഉണ്ടാകും. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. നിൽക്കല്ലേ ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതാണ്, അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഷെയർ ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. നമ്മളെ ഇതൊക്കെ ബുദ്ധിമുട്ടുന്ന റബ്ബർ കർഷകർക്ക് ഇതൊരു വലിയ ആട്ടമാണ്. പലരും എൻ്റെ വീഡിയോ കാണുന്നില്ലെന്നുള്ളൊരു വലിയ വസ്തുതയാണ്. അപ്പോൾ കണ്ടവർ മറ്റുള്ളവർക്ക് ഇടാവുക, ഇങ്ങനൊരു സംവിധാനമുണ്ട്, നിങ്ങളും പരീക്ഷിച്ച് നോക്ക്. ഞാനിത് ചെന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ ഇപ്പം തന്നെ വളരെ സാമ്പത്തികമായിട്ട് ഖജനാവ് കാലിയാണ്. ശമ്പളം കൊടുക്കാനില്ല, മറ്റു അടിസ്ഥാന വികസനത്തിനൊന്നും പൈസ ഇല്ല. ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒറ്റ എണ്ണം മതി. നീഡിൽ ടാപ്പിങ്ങിലൂടെ റബ്ബർ ഉൽപ്പാദനത്തിലൂടെ ചെല്ലുമ്പം നമ്മുടെ ഈ സാമ്പത്തിക മേഖല കുതിച്ചു വരും. ഞാൻ നിർത്തുകയാണ്. എന്നെ ശ്രമിച്ച എല്ലാ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.